ഹായ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ഈസി സ്കാർട്സ്. അപ്പം ഇന്ന് നമ്മളുടെ ക്ലാസ് എന്ന് പറയുന്നത് B.Ed ഫസ്റ്റ് സെമ്മ്, സെക്കൻഡ് സെമ്മ്, തേർഡ് സെമ്മ്, ഫോർത്ത് സെമ്മ് ഇങ്ങനെ എല്ലാ സെമ്മിലും ഉപകാരപ്പെടാൻ പോകുന്നൊരു ടോപ്പിക്കാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1980s. സെം എക്സാമിന് മാത്രമല്ല, ഈവൻ കോമ്പറ്റേറ്റീവ് എക്സാംസിനും PSC എക്സാംസിന്, കേട്ടിട്ട് സെറ്റ്, അതുപോലെ തന്നെ UPSC LPSC പോലുള്ള എക്സാംസിനൊക്കെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടന്നാലോ. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിൻ്റെ ഒരു തുടക്കം മുതൽ അതിൻ്റെ ഒരു തുടക്കം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് മുതൽ പഠിക്കുന്നതല്ലേ അതിൻ്റെ ഒരു വൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 അതിൻ്റെ തുടക്കം മുതൽ തന്നെ പഠിക്കാം. നമ്മുടെ കൺട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ അടിമുടി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ള മേജർ ഏരിയാസ് എന്ന് പറയുന്നത് എക്സാമിനേഷൻ റിഫോം, നിലനിന്നിരുന്ന എക്സാമിനേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, അതുപോലെ തന്നെ ഇംപ്രൂവിങ് ഫെസിലിറ്റീസ് ഫോർ ദ സ്പോർട്സ് ആൻഡ് ഗെയിംസ്. സ്പോർട്സിനും ഗെയിംസിനും ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ ഈ ഒരു ഫീൽഡിലൊക്കെ എന്ത് ചെയ്യുക, ഒരുപാട് ഫെസിലിറ്റീസ് കൊടുത്തിട്ട് കഴിവുള്ള ആളുകളെ മുന്നിലോട്ട് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം ഈ ഒരു ഏരിയയിലും. അടുത്തത് ഇക്വാലിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്. എല്ലാവർക്കും, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളും എല്ലാവർക്കും SC ST പോലുള്ള എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളതിലും, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഓഫ് ദ മൈനോറിറ്റീസ്, നമ്മുടെ സമൂഹത്തിലുള്ള മൈനോറിറ്റീസ്, മുസ്ലിം മൈനോറിറ്റി, അതുപോലെ തന്നെ SC ST ഇവർക്കൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതും ഈ മേഖലയിലും. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ് എഡ്യൂക്കേഷനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയത് ഈ ഒരു പോളിസി വന്നതിലൂടെയാണെന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇംപ്രൂവിങ് ടീച്ചർ സ്റ്റാറ്റസ്, പ്രിപ്പയറിംഗ് ആൻഡ് സപ്ലൈയിങ് ലോ പ്രൈസ്ഡ് ടെക്സ്റ്റ് ബുക്ക്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് 3 ലാംഗ്വേജ് ഫോർമുല, ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ. ഈ ഏരിയയിലെല്ലാം, അതായത് എക്സാമിനേഷൻ റിഫോം, ഇംപ്രൂവിങ് ഫെസിലിറ്റീസ് ഫോർ സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ഇക്വാലിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്, education of the minorities, development of science education, improving teacher status, preparing and supplying of low priced textbooks, implementation of 3 language formula. 3 language formula എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി, റീജിയണൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മദർ ടങ്. പിന്നെ ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് മുതൽ തുടങ്ങുന്നത് മുതലേ കേൾക്കുന്നതാണ് അല്ലേ. പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഏരിയനെയൊക്കെ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഈ ഏരിയയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ട്, ഈ പോളിസി ഇംപ്ലിമെൻറ്റേഷനിലൂടെ മോർ ദാൻ 90% റൂറൽ പോപ്പുലേഷൻ, നമ്മളുടെ ഇന്ത്യയിലുള്ള റൂറൽ പോപ്പുലേഷൻ്റെ 90% ഉള്ള കുട്ടികൾക്കും അവർക്ക് സ്കൂൾ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് അവരുടെ തൊട്ടടുത്ത് തന്നെ വിത്തിൻ 1 കിലോമീറ്ററിനുള്ളിൽ റേഡിയസിനുള്ളിൽ തന്നെയുള്ള ഒരു സ്കൂളിൽ ചെന്ന് പഠിക്കാനുള്ള അവസരം കിട്ടിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കോമൺ സ്ട്രക്ചർ ഓഫ് എഡ്യൂക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു ഈ കൺട്രി. മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റിലും 10+2+3 എന്നുള്ള പാറ്റേൺ ആണ് ഫോളോ ചെയ്തത്. അതായത് 10 വർഷം സ്കൂൾ എഡ്യൂക്കേഷൻ, ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10ാം ക്ലാസ് വരെ. പിന്നെ 10 എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി +1, +2. 3 എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, 3 ഇയേഴ്സ് ഡിഗ്രി. ഈ പാറ്റേൺ എന്ത് ചെയ്തു, മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് പറയുന്നത്. അതൊക്കെയാണ് ഈ ഏരിയാസിനെയൊക്കെ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ എന്നാണ് ഈ 2 പോയിന്റിലൂടെ പറയുന്നത്. അപ്പോൾ ഇത്ര എഴുതി വെച്ചാൽ മതി. നമ്മൾ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 ആണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്രയും പോയിന്റ് മതി. ഏത് ഏരിയയിലായിരുന്നു അവർ ഫോക്കസ് ചെയ്തിരുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടായത് എന്ന് എഴുതി വയ്ക്കാം. അതിന് മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതി വയ്ക്കാം. അപ്പോൾ ഒരു 4 മാർക്കിന് NPE 1968 ചോദിക്കുകയാണെങ്കിൽ ഇത്രയും മതി. 68 ആണ് കേട്ടോ. ഇനി അടുത്തത് വരുന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. അപ്പോൾ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്തത് 1968 പറഞ്ഞു. നമുക്ക് പഠിക്കാനുള്ളത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 ആണ്. അപ്പോൾ ഇതിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ നമുക്ക്. നമ്മൾ 1968 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി ഈ 1986 എത്താനുള്ള ഒരു കാരണം ഉണ്ടായിരിക്കും. എല്ലാ 5 വർഷത്തിലൊരിക്കൽ
നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1916 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റിവ്യൂ ചെയ്തിരിക്കണം. അതിൻ്റെ പ്രോഗ്രസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് റെക്കമെൻഡഡ് ഗൈഡ് ലൈൻസ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് 1985 വരെ അത്തരത്തിലൊരു റിവ്യൂ നടന്നിട്ടുണ്ടായിരുന്നില്ല. 1985 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 റിവ്യൂ ചെയ്യുക എന്നുള്ളത് ഒരു തീരുമാനത്തിലെത്തിയത്. എന്തിനു വേണ്ടിയിട്ട്? ഒരു പുതിയ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചലഞ്ച് ഓഫ് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ പേപ്പർ പബ്ലിഷ് ചെയ്തതിന് ശേഷം രാജ്യത്തിലുടനീളം എഡ്യൂക്കേഷൻ റിഫോംസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിബേറ്റ് തന്നെ ഉണ്ടാവാൻ തുടങ്ങി. അതായത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, എന്തൊക്കെയാണ് നിലനിർത്തേണ്ടത്, ഇന്ന തരത്തിലുള്ള ഡിസ്കഷൻസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ അവസാനം എന്ത് ചെയ്തു? ഒരു പുതിയ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഫോർമുലേറ്റ് ചെയ്തു. പാർലമെൻറ്റ് അതിനെ മെയ് 1986 അതിനെ അപ്രൂവ് ചെയ്തു. ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ, POA ഫുൾ ഫോം ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് ഈ പോളിസിയുടെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് ചാക്ക് ഔട്ട് ചെയ്തു. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഈ കാര്യങ്ങളൊക്കെ പറയുക. 1986 വന്നത് എങ്ങനെയാണ്? 1968 റിവ്യൂ ചെയ്തതിന് ശേഷമാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പാർലമെൻറ്റ് എന്നാണ് ഇത് അംഗീകരിച്ചത്? മെയ് 1986 ഇന്ന കാര്യങ്ങളൊക്കെ ഒരു ചെറിയ രീതിയിലൊരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ റെക്കമെൻഡേഷൻസിലാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് ഒക്കെ ഫസ്റ്റോ സെക്കൻഡോ ഏതോ ഒരു ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ വാല്യൂസ് എൻഷുർഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ? ഏതൊക്കെയായിരുന്നു? അതെ, ഡെമോക്രസി, സെക്യുലാരിസം, സോഷ്യലിസം, അതുപോലെ തന്നെ ഇഗ്ലറ്റേറിയൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പം ഇതിനൊക്കെ ബേസിലാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? അതെ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 എന്ന് പറയുന്നത്. അടുത്തത് കോമൺ എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ. ഇത് നമ്മൾ എന്തായാലും പഠിക്കണം. ഈ സ്ട്രക്ചറൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ NPE 2020 വന്നതിന് ശേഷം ഇത് മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പഠിക്കേണ്ടത്. കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ആദ്യം ഉണ്ടായിരുന്നത് 10+2+3 എന്നുള്ള എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ ആയിരുന്നു. അതായത് 8 വർഷം എലമെൻ്ററി എഡ്യൂക്കേഷന്, അതിൽ 5 വർഷം LP ഇല്ലേ, ലോവർ പ്രൈമറി എഡ്യൂക്കേഷൻ, 3 വർഷം അപ്പർ പ്രൈമറി എഡ്യൂക്കേഷൻ UP, പിന്നെ 2 വർഷം ഹൈസ്കൂൾ എഡ്യൂക്കേഷന് 9ഉം 10ഉം, പിന്നെ +2 സ്റ്റേജ് 2 വർഷം +1ഉം +2, പിന്നെ 3 വർഷം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. അപ്പോൾ 10+2+3 എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. NPA 1986. അങ്ങനെ ഒരു ചോദ്യത്തിന് സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ എഴുതൂലേ 10+2+3 ആരാ കൊണ്ടുവന്നത്? അതെ, NPE 1986 ആണ്. 10+2+3. 10ൽ 5 വർഷം ലോവർ പ്രൈമറി എഡ്യൂക്കേഷൻ, 3 വർഷം അപ്പർ പ്രൈമറി എഡ്യൂക്കേഷൻ, 2 ഇയേഴ്സ് ഹൈസ്കൂൾ എഡ്യൂക്കേഷന്, പിന്നെ +2 സ്റ്റേജ്. +2 എന്നുള്ളത് +2 സ്റ്റേജ് എന്ന് ഓർത്തൂടെ? പിന്നെ 3 വർഷം നമ്മുടെ ഡിഗ്രി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. അടുത്ത പോയിൻ്റാണ് നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. NPE പ്രപ്പോസ് ചെയ്തിട്ടുള്ള നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്കിൻ്റെ ബേസിലാണ്. എന്തിൻ്റെ ബേസിലാണ്? നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്കിൻ്റെ ബേസിലാണ്. NCFൻ്റെ ഫുൾ ഫോം എന്താണെന്നൊക്കെ ചോദിക്കാം കേട്ടോ. നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്കാണ് NCFൻ്റെ ഫുൾ ഫോം. NCF എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഓപ്ഷണൽ സബ്ജക്റ്റിലും അതുപോലെ തന്നെ മറ്റ് സബ്ജക്ട്സിലൊക്കെ പഠിക്കും. അപ്പോൾ നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക്, കരിക്കുലം എന്ന് കിട്ടിയില്ല. അപ്പോൾ എന്താണ് ഈ കരിക്കുലത്തിൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു കരിക്കുലത്തിൽ, നമ്മൾ കൊടുക്കുന്ന കരിക്കുലത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? അതെ, ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻസ് ആൻഡ് അതർ ഫാക്ടേഴ്സ് എസെൻഷ്യൽ ടു നേർച്ചർ നാഷണൽ ഐഡൻറ്റിറ്റി നേർച്ചർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം? ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കരിക്കുലം ആയിരിക്കണം കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എഡ്യൂക്കേഷൻ. ഈ പോയിന്റിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ, എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കുക, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, എഡ്യൂക്കേഷൻ കിട്ടാനുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ നേടിയെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും കൊടുക്കുക.
അതെന്ന് പറയുന്നത് നോട്ട് ഓൺലി ഇൻ അസസ് ബട്ട് ആൾസോ ഇൻ കണ്ടീഷൻ ഫോർ സക്സസ്. എല്ലാവർക്കും കൊടുക്കുക എന്ന് മാത്രമല്ല, അത് അതിൻ്റെ പരിപൂർണതയിൽ എവിടെയും വെച്ചിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്യാതെ ആ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും പറ്റണം, ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിൽ അത് എത്തിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയുന്നത്. അടുത്തത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. The policy stipulated a new scheme known as Operation Blackboard meant for the quality ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ പ്രൈമറി എഡ്യൂക്കേഷൻ. അപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതുന്ന പോയിന്റിൽ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്താ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതിയാലും അതിൽ പ്രൈമറി എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് പറയുന്ന പോയിന്റ് അതിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്? ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. ഇനി നമ്മളിത് ഓർത്ത് വയ്ക്കാം. നമ്മൾ ഈ പ്രൈമറി സ്കൂള് ഇതൊക്കെ ചെന്നാലല്ലേ നമുക്കിപ്പോൾ ബ്ലാക്ക് ബോർഡ് കാണുള്ളൂ. മറ്റുള്ളതൊക്കെ മാറ്റിയിട്ടുണ്ട് അല്ലേ, വൈറ്റ് ബോർഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ബ്ലാക്ക് ബോർഡ് കാണുന്നത് എവിടെയാണ്? പ്രൈമറി സ്കൂൾസിലാണ്, അല്ലെങ്കിൽ LP ആ ലെവലിലുള്ള സ്കൂളിലാണ് എന്നുള്ളത് ഓർത്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ലേ. എന്തെഴുതിയാലും ഈ പോയിന്റ് നിങ്ങൾ ഉൾപ്പെടുത്തണം, ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ളത്. 2 മാർക്കിന് ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. അടുത്തത് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന പോയിന്റാണ്. മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ്റെ ഓരോ സ്റ്റേജസിലും മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ലൈ ഡൗൺ ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്തത് പ്രൊമോഷൻ ഓഫ് ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യണം. ലിങ്ക് ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ്. എന്ത് ലാംഗ്വേജിനെ? ലിങ്ക് ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയുന്നത്. പ്രൊമോഷൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ലിങ്ക് ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യണം. അടുത്ത പോയിന്റ് യൂണിവേഴ്സൽ ക്യാരക്ടർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അർഹതയുള്ള കുട്ടികൾക്ക് എന്ത് വേണം? ഹയർ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻസും പ്രൊവൈഡ് ചെയ്യണം. അത് അസസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റാണ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷന്. ECCE എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ECCൻ്റെ ഫുൾ ഫോം എന്താണെന്നൊക്കെ 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷനിൽ എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 45 ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 45 പറയുന്നത് എന്താണ്? ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് അല്ലേ. ഇതിന് ഒരു ഹയർ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളൊരു കമ്മിറ്റിയാണ് NPA എന്ന് പറയുന്നത്. ഇത് ICDSുമായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആണ്. ICDSുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ICDS പ്രോഗ്രാമുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ICDS? ഫുൾ ഫോം ചോദിക്കാൻ സാധ്യതയുണ്ട്. 4th സെമ്മിനേറ്റ് ഫുൾ ഫോം ചോദിച്ചിരുന്നു ICDSൻ്റെ ഫുൾ ഫോം എന്താ എന്നൊക്കെ. ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് പ്രോഗ്രാം. ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് പ്രോഗ്രാമാണ് എന്തെന്ന് പറയുന്നത്? ICDS. കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള. അടുത്ത പോയിന്റ് നവോദയ സ്കൂൾസ്. നവോദയ സ്കൂൾസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അല്ലേ, ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഈ നവോദയ സ്കൂൾസിലൊക്കെ പഠിക്കുന്നത്. അപ്പോൾ നവോദയ സ്കൂൾസ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഡിസേർവ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും, ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത് രാജ്യങ്ങളുടെ വിവിധ ഭാഗത്തുണ്ടായിരിക്കും, മെയിൻലി റൂറൽ ഏരിയാസിലായിരിക്കും ഉണ്ടാകുന്നത്. അടുത്ത പോയിന്റ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ്. ലൈഫിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വെച്ചിട്ട് പഠനം നിർത്തേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ, അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആവശ്യമല്ലേ. അപ്പോൾ യൂത്ത്, അതുപോലെ തന്നെ ഹൗസ് വൈഫ്സ്, അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, അതുപോലെ തന്നെ പ്രൊഫഷണൽസിനൊക്കെ എന്ത് ചെയ്യണം? അവരുടെ ചോയ്സിനനുസരിച്ചിട്ട് എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിനനുസരിച്ചിട്ട് അവരുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് ഓപ്പൺ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മോഡലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിൽ പറയുന്നത്. ഇത്രയാണ് NPA റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 4 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഇൻട്രൊഡക്ഷൻ പോലെ 1968 ശേഷം വന്നിട്ടുള്ളതാണ് NPE എന്ന് പറയുന്നത്.
ഈ പാർലമെൻറ്റ് അതിനെ പാസ്സാക്കിയിട്ടുള്ളത് മെയ് 1986 പ്ലാൻ ഓഫ് ആക്ഷനെ കുറിച്ചിട്ട് പറയണം. അതിനുശേഷം ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ പറയണം. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ്, സെക്യുലാരിസം, ഡെമോക്രസി, സോഷ്യലിസം ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ് NPE. കോമൺ എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് 10+2+3 ആണ്. നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCFനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ എഡ്യൂക്കേഷൻ, എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ, മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഓരോ എഡ്യൂക്കേഷൻ്റെ ഓരോ സ്റ്റേജിലും മിനിമം ലെവൽ ഓഫ് ലേണിംഗ് ലൈ ഡൗൺ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് പ്രൊമോഷൻ ഓഫ് ലാംഗ്വേജ്, ലിങ്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്യണം. യൂണിവേഴ്സൽ ക്യാരക്ടർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷനും ഹയർ എഡ്യൂക്കേഷനും എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. അത് അർഹതയുള്ളവർക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. അടുത്തത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ICDSുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. നവോദയ സ്കൂൾസ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അടുത്തത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടങ്ങളിൽ വെച്ചിട്ട് പഠനം നടക്കാതെ പോകുന്നവർക്കോ അല്ലെങ്കിൽ മുന്നോട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കോ പ്രൊഫഷനും അതുപോലെ തന്നെ പഠനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളവർക്കോ എന്ത് ചെയ്യുക, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 ഇവാലുവേറ്റ് ചെയ്തിട്ട് 2 കമ്മിറ്റീസസ് വന്നു. അതാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റിയും ജനാർദ്ദന റെഡ്ഡി. ഈ കമ്മിറ്റികൾ NPE പറഞ്ഞിട്ടുള്ള ചില റെക്കമെൻഡേഷനിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് സോഷ്യോ എക്കണോമിക്കൽ സ്പിയേഴ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മേഖലയിലേക്ക് വരുമ്പോൾ എ മെജോറിറ്റി ഓഫ് അവർ പീപ്പിൾ കണ്ടിന്യൂ ടു റിമൈൻ ഡിപ്രൈവ്ഡ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്താണ് എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നും കൂടി ഒരു കരുത്താർജിക്കണം എന്നുള്ളതിൻ്റെ ആവശ്യകത വന്നത് മൂലം നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ NPE റിവ്യൂ കമ്മിറ്റീസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. അത്തരത്തിലുണ്ടായ ഒരു കമ്മിറ്റിയാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി 1990 എന്ന് പറയുന്നത്. ഇതിൻ്റെ ചെയർമാൻ ആരാണ്? ഈ പേരിൽ തന്നെ ഉണ്ട്, രാമമൂർത്തി. ആചാര്യ രാമമൂർത്തിയാണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഈ കമ്മിറ്റിയുടെ. ഈ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് മെയ് 7, 1990. ഈ റിപ്പോർട്ട് പാർലമെൻറ്റിന് സമർപ്പിച്ചിട്ടുള്ളത് ജനുവരി 9, 1991. ഇനി അതിൻ്റെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് കോമൺ സ്കൂൾ സിസ്റ്റം. അതായത് ഇക്വിറ്റി അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് എഡ്യൂക്കേഷനിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തന്നെ അത് കോമൺ സ്കൂൾ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സിസ്റ്റിംഗ് ഗവൺമെൻറ് സ്കൂൾസും അതുപോലെ തന്നെ ലോക്കൽ ബോഡീസസ് എയ്ഡഡ് ചെയ്യുന്ന സ്കൂൾസും എന്ത് ചെയ്യണം, അവരുടെ ക്വാളിറ്റീസിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് റിമൂവിങ് ഡിസ്പാരിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ. റൂറൽ ഏരിയാസും അതുപോലെ തന്നെ പെർട്ടിക്കുലർലി ട്രൈബൽ ഏരിയാസസ് ഒക്കെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണൽസും നല്ല റിസോഴ്സസിൻ്റെ ഒക്കെ അഭാവം നേരിടുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, അതിനനുസൃതമായിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അതിന് തടസ്സമായിട്ടുള്ള എല്ലാ ഡിസ്പാരിറ്റീസും മാറ്റിയിട്ട് എല്ലാവർക്കും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. അടുത്ത പ്രൊമോഷൻ ഓഫ് വുമൺ എഡ്യൂക്കേഷന്. ഗേൾസും അതുപോലെ തന്നെ വുമൻസും എഡ്യൂക്കേഷൻ്റെ എല്ലാ ലെവലിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്ത് കാരണങ്ങൾ കൊണ്ടാണോ അവർക്ക് എഡ്യൂക്കേഷൻ ഡിനൈ ചെയ്യുന്നത് ആ കാരണത്തെ മാറ്റി നിർത്തി അവരുടെ എന്ത് ചെയ്യാം, എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയുന്നത്. അടുത്തത് വാല്യൂ എഡ്യൂക്കേഷൻ. Value education is to be conceived as a continuous process. അടുത്ത പോയിന്റാണ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ആർട്ടിക്കിൾ 45 ആണ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഡീൽ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു കുട്ടികളുടെ എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതാണ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ.
അടുത്ത പോയിന്റാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ആർട്ടിക്കിൾ 21A അല്ലേ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഡീൽ ചെയ്യുന്നത്. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ പറയുന്നത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിൽ പറയുന്നത് പ്രൈമറി എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഉള്ള പവർ ആർക്കുള്ളതാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ളതായിരിക്കണം. അടുത്തത് നവോദയ സ്കൂൾസ് അല്ലെങ്കിൽ നവോദയ വിദ്യാലയാസ് എന്ന് പറയുന്നത്. ഈ കമ്മിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇനി പറയുന്ന ഈ 3 കാര്യങ്ങളിൽ എന്ത് ചെയ്യണം? അഭികാമ്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. നോ നവോദയ വിദ്യാലയ നീഡ് ബി ഓപ്പൺഡ്. ദ എക്സിസ്റ്റിംഗ് 261 Navodaya Vidyalayas may be restructured and continued with provisions of adequate resources. അടുത്തത് all the existing 261 Navodaya Vidyalayas may be transferred to the state sectors for the state to run them as residential centers on the Andhra Pradesh model. അടുത്തത് the Navodaya Vidyalaya scheme may be transformed into the Navodaya Vidyalaya programs of broad-based talent nurturing and പേസ് സെറ്റിംഗ്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നിലനിൽക്കുന്ന 264 വിദ്യാലയാസിന് വേണ്ട നവോദയ വിദ്യാലയത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഒരു പുതിയ നവോദയ വിദ്യാലയം ഉണ്ടാക്കുന്നതിനേക്കാൾ ഓപ്പൺ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അടുത്തത് എക്സിസ്റ്റ് ചെയ്യുന്ന 261 നവോദയ വിദ്യാലയാസിൻ്റെ പവർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് സെക്ടേഴ്സിന് കൊടുക്കണം. റെസിഡൻഷ്യൽ സെൻറ്റേഴ്സ് ആയിട്ടാണ് ആന്ധ്രാപ്രദേശ് മോഡലിലുള്ള റെസിഡൻഷ്യൽ സെൻറ്റേഴ്സ് ആയിട്ടാണ് നവോദയ വിദ്യാലയാസ് വർക്ക് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അടുത്തത് നവോദയ വിദ്യാലയാസ് എന്ത് ചെയ്യണം? നവോദയ വിദ്യാലയ പ്രോഗ്രാംസ് ആയിട്ട് മാറണം. എന്തിനു വേണ്ടിയിട്ട്? ടാലൻറ്റ് നേർച്ചറിങ്ങിനും അതുപോലെ തന്നെ പേസ് സെറ്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് അതൊരു പ്രോഗ്രാം ആയിട്ടാണ് നടത്തേണ്ടത് എന്നുള്ളത്. അടുത്ത പോയിന്റാണ് വർക്ക് എക്സ്പീരിയൻസ് SUPW. 4th സെമ്മിൽ SUPW എന്ന് പറയുന്ന വർക്ക് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ. എന്താണ്? സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് എന്നാണ് SUPWൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് സോപ്പ് നിർമ്മാണം, അതുപോലെ തന്നെ മാസ്ക് നിർമ്മാണം, യൂസ്ഫുൾ മെറ്റീരിയൽസ് ഉണ്ടാക്കുക, വേസ്റ്റിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലേ. ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ കമ്മിറ്റി എന്ന് പറയുന്നത്, വർക്ക് എക്സ്പീരിയൻസിനെ അതുപോലെ തന്നെ SUPWനെയൊക്കെ. അത് റിസോഴ്സസ് ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് JNPയുടെ 6% എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കണം. അറ്റ്ലീസ്റ്റ് 6% JNPയുടെ 6% എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. എല്ലാ ടെക്നിക്കൽ അതുപോലെ തന്നെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസും എന്താക്കണം? സെൽഫ് ഫിനാൻസിങ് ആക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ രാമമൂർത്തി റിവ്യൂ കമ്മിറ്റിയിൽ കോമൺ സ്കൂൾ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള എല്ലാ ഡിസ്പാരിറ്റീസും റിമൂവ് ചെയ്യുക, എല്ലാവർക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, വുമൺ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക, വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുക, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എല്ലാവർക്കും എഡ്യൂക്കേഷൻ നേടാനുള്ള അവസരം കൊടുക്കുക. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് പ്രൈമറി എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നവോദയ വിദ്യാലയാസ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് വിദ്യാലയസിൻ്റെ ക്വാളിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സെൻറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ നവോദയ പ്രോഗ്രാംസ് ആയിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് എക്സ്പീരിയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ JNPയുടെ 6% എന്ത് ചെയ്യുക? എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കുക. എല്ലാ ടെക്നിക്കൽ അതുപോലെ തന്നെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസ് എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് ആക്കുക. ഒരു റിവ്യൂ കമ്മിറ്റി കൂടി ഉണ്ടല്ലോ, ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി അല്ലേ. ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റീനെ ക്യാബ് കമ്മിറ്റി എന്ന് പറയുന്നുണ്ട്. 1992 ക്യാബിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഒരു സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഒരു മീറ്റിംഗ് 8-9 മാർച്ച് 1991 നടന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ രാമമൂർത്തി റിവ്യൂ കമ്മിറ്റീൻ്റെ റിപ്പോർട്ട് ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഫലമായിട്ട് ഇവർ എന്ത് ചെയ്തു? ശ്രീ ജനാർദ്ദന റെഡ്ഡി ചെയർമാനായിട്ട് 31 ജൂലൈ 1991 എന്ത് ചെയ്തു? ഒരു പുതിയ കമ്മിറ്റി ഉണ്ടാക്കി. അതാണ് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി അല്ലെങ്കിൽ ക്യാബ് കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. ക്യാബിൻ്റെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഇനി അതിൻ്റെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം.
ഒന്നാമത്തെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് കോമൺ സ്കൂൾ സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താ കോമൺ സ്കൂൾ സിസ്റ്റത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾസ് തമ്മിലുള്ള ഡിസ്പാരിറ്റീസസ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓർഡിനറി സ്കൂൾസിൻ്റെ ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്യുക, അതുപോലെ തന്നെ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അമെൻറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, സ്കൂൾസ് തമ്മിലുള്ള ഡിസ്പാരിറ്റീസസ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് നവോദയ വിദ്യാലയാസ്. നവോദയ വിദ്യാലയാസ് എന്ന് പറയുന്നത് ഓരോ ഡിസ്ട്രിക്റ്റിലും എന്ത് ചെയ്യണം, സെറ്റപ്പ് ചെയ്യണം. ഓരോ നവോദയാസും ഇനി പറയുന്ന ഈ മെഷേഴ്സൊക്കെ ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. കോൺസ്റ്റൻറ്റ് റിവ്യൂ ടു കീപ് the scheme as cost effective as possible, ensuring the continued validity and reliability of the admission test by periodic evaluation and appropriate modification of admission procedures, and more particular attention to the pay setting role of these institutions. അപ്പോൾ എന്താണ്, കോൺസ്റ്റൻറ്റ് റിവ്യൂ നടത്തണം, അതുപോലെ തന്നെ വാലിഡിറ്റി റിലയബിലിറ്റി, അഡ്മിഷൻ ടെസ്റ്റിൻ്റെ വാലിഡിറ്റി റിലയബിലിറ്റി മെൻഷർ ചെയ്യണം. കൂടാതെ പേ സെറ്റിങ്ങിന് എന്ത് വേണം, മോർ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പേ സെറ്റിംഗ് റോൾ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയൊക്കെ പേ സെറ്റിംഗ് റോളിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. അടുത്ത റെക്കമെൻഡേഷൻ ആണ് ECCE, അതായത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ആർട്ടിക്കിൾ 45 ആണല്ലേ ഇത് ഡീൽ ചെയ്യുന്നത്. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ അംഗനവാടി വർക്കേഴ്സിൻ്റെ ഒക്കെ റോള് വളരെ വലുതാണ് അല്ലേ. സപ്പോർട്ട് സർവീസ് വുമണിനും അതുപോലെ തന്നെ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് സർവീസ് പ്രോഗ്രാംസിലും, അതായത് ചൈൽഡ് കെയർ, ഫാമിലി വെൽഫെയർ, ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത്, ഇതുപോലെയൊക്കെയുള്ള പ്രോഗ്രാമിലൊക്കെ എന്താണ് അവരുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത്. അടുത്ത യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ, UEE എന്ന് പറയുന്നത് അല്ലേ. ജനാർദ്ദൻ റെഡ്ഡി കമ്മിറ്റിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമമൂർത്തി കമ്മിറ്റി സജസ്റ്റ് ചെയ്തതുപോലെ കുറേ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ഒന്നുമല്ല ആവശ്യമായിട്ടുള്ളത്, മറിച്ച് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡൊക്കെ പറയുന്ന, ഇതുപോലെയൊക്കെ പറയുന്ന ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡൊക്കെ പറയുന്ന സ്ട്രാറ്റജീസസ് ഒക്കെയാണ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ. എലമെൻ്ററി എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള അതിന് ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പോലെയുള്ളതാണ് എന്നാണ്. അടുത്തത് അഡൽട്ട് ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അഡൽട്ട് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, പഠനം നിർത്തിവെച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠനം ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് അവസാനിപ്പിച്ചു പോയവർക്കൊക്കെ എന്താണ് അഡൽട്ട് എഡ്യൂക്കേഷനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അടുത്ത റെക്കമെൻഡേഷൻ ആണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. നമ്മൾ എലിമെൻ്ററി എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു, അഡൽട്ട് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു, ഇനി സെക്കൻഡറി എഡ്യൂക്കേഷനെ കുറിച്ച് പറയണ്ടേ. സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ന്യൂ ഡിമാൻഡ്സ് ഒക്കെ കോപ്പപ്പ് ചെയ്തുകൊണ്ട് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസസ് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓപ്പൺ ലേണിങ്ങിന് എന്ത് ചെയ്യണം, അറ്റ്മോസ്റ്റ് എൻകറേജ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ എല്ലാവർക്കും സെക്കൻഡറി എഡ്യൂക്കേഷൻ നേടാനുള്ള അവസരങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഹെഡിങ് വെച്ചിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ അല്ലേ ഓരോ റെക്കമെൻഡേഷൻസും. ഇനി വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അതിലും കിടക്കുന്നു, ആ ഹെഡിങ്ങിൽ തന്നെ കിടക്കുന്നു വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. +2 ലെവൽ മുതൽ എന്ത് ചെയ്യണം, ഈ വൊക്കേഷണലൈസേഷൻ വൊക്കേഷൻ ഓറിയൻറ്റഡ് കോഴ്സസ്, വൊക്കേഷണൽ കോഴ്സസ് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഏത് ലെവലിലായിക്കോട്ടെ, അവർക്ക് ഏത് ലെവലിൽ അവർക്കൊരു വൊക്കേഷനിലേക്ക് തിരിയണം എന്ന് തോന്നുന്നോ ആ ലെവൽ മുതൽ തന്നെ വൊക്കേഷണൽ കോഴ്സസ്, അട്രാക്റ്റീവ് വൊക്കേഷണൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്ത മാനേജ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ആക്ഷൻ പ്ലാൻ ടു പുട്ട് ഇൻ ടു പ്രാക്ടീസ് the strategy outlined in the NPE is strongly recommended. പ്ലാൻ ഓഫ് ആക്ഷൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഒക്കെ എന്താണ്, ഇംപ്ലിമെൻറ്റേഷനും ഫോർമുലേഷനും ഒക്കെ എന്താണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. റിസോഴ്സസ് ഫോർ ദ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യണം. നീഡ് ബേസ്ഡ് ഫിനാൻസിങ്, അതായത് UEE യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ, അഡൽട്ട് എഡ്യൂക്കേഷൻ, അഡൽട്ട് ലിറ്ററസി, വൊക്കേഷണലൈസേഷൻ, ഇതിനൊക്കെ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളതായിരിക്കണം. ഹയർ എഡ്യൂക്കേഷനും ടെക്നിക്കൽ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രോഗ്രസീവ്ലി മെയ്ഡ് ലാർജ്ലി സെൽഫ് ഫിനാൻസിങ് ആണ് ബൈ റിവൈസിങ് ദ ഫീ സ്ട്രക്ചർ വിത്ത് അപ്രോപ്രിയേറ്റ് സപ്പോർട്ട് ടു ദ നീഡ്ലി സ്റ്റുഡൻറ്റ് ബൈ വേ ഓഫ് സ്റ്റുഡൻറ്റ് ലോൺസ്. അതായത്
അതായത് ഹയർ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ടെക്നിക്കൽ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് സെൽഫ് ഫിനാൻസിങ് ആണല്ലേ. അപ്പോൾ ഇവിടേക്ക് എന്ത് ചെയ്യണം, ആ ഫീ സ്ട്രക്ചറിനെ സ്റ്റുഡൻറ് ലോണൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അവർക്ക് ആ ഒരു രീതിയിലും പഠിക്കാമെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരണം. അവർക്കൊരു സപ്പോർട്ട്, എഡ്യൂക്കേഷൻ ഫിനാൻഷ്യൽ സപ്പോർട്ട് എഡ്യൂക്കേഷണൽ സ്പിയേഴ്സിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി കോമൺ സ്കൂൾ സിസ്റ്റത്തിൽ എന്താ പറയുന്നത്, മിനിമം ലെവൽ ഓഫ് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഓർഡിനറി സ്കൂൾസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആണല്ലേ പറയുന്നത്. അടുത്തത് നവോദയ വിദ്യാലയാസ് ഓരോ ഡിസ്ട്രിക്റ്റിലും നവോദയ വിദ്യാലയാസസ് വേണം. അതിൻ്റെ വർക്കിംഗ് ഒക്കെ കോൺസ്റ്റൻ്റ്ലി റിവ്യൂ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അഡ്മിഷൻ ടെസ്റ്റിൻ്റെ വാലിഡിറ്റി റിലയബിലിറ്റി ഒക്കെ എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ പേ സെറ്റിംഗ് റോളിന് മോർ പെർട്ടിക്കുലർ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യണം. ECC എന്ന് പറയുന്നത് അംഗനവാടി വർക്കേഴ്സിനൊക്കെ എന്താണ് ചൈൽഡ് കെയർ, ഫാമിലി വെൽഫെയർ, ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ കൂടുതൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതിനെന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പോലുള്ള സ്ട്രാറ്റജീസസ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അടുത്തത് അഡൽട്ട് എഡ്യൂക്കേഷൻ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഒരു കാലഘട്ടത്തിൽ വെച്ചിട്ട് അവസാനിപ്പിച്ചു പോയവർക്ക് പിന്നീട് പഠിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം. സെക്കൻഡറി എഡ്യൂക്കേഷനും ഇതുപോലെയുള്ള അവസരങ്ങൾ കൊടുക്കണം. വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, +2 ലെവൽ മുതൽ വൊക്കേഷണൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. നമുക്ക് ഏത് ഘട്ടം മുതൽ ഒരു വൊക്കേഷണൽ രീതിയിലേക്ക് പോകുന്നു അതുമുതൽ വൊക്കേഷണൽ സബ്ജക്റ്റ് ഇൻക്ലൂഡ് ചെയ്യുക. അടുത്തത് മാനേജ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അഡൽട്ട് എഡ്യൂക്കേഷനും യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷനും വൊക്കേഷണലൈസേഷനും ഒക്കെ ആവശ്യമായിട്ടുള്ള പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് കമ്മിറ്റീനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഏത് പോളിസീനെ കുറിച്ചിട്ട് എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ റെക്കമെൻഡേഷൻസ് എന്താണെന്ന് വൃത്തിയായിട്ട് എഴുതുക. അതിൻ്റെ ഹെഡിങ് പഠിച്ചു വയ്ക്കുക. ബാക്കി ഉള്ളിലുള്ളത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാമിൻ്റെ സമയത്ത് എഴുതാൻ കിട്ടും.